സ്യൂറിക്കിൽ ഒരു പുതിയ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് റൈൻ ഫോൾസിലേക്ക് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. റൈൻ ഫോൾസിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. രാവിലെ നമ്മുടെ ഒരു ഡേ തുടങ്ങുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആസ്വദിച്ചുകൊണ്ടാണ്. യൂറോപ്പിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ടിപ്പിക്കൽ ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ബേക്ക്ഡ് ബീൻസ് ഉണ്ട്, എപ്പോഴും കിട്ടുന്നത് പോലെ സോസേജ് ഉണ്ട്, ഫ്രൈഡ് സോസേജ്, സ്ക്രാബിൾഡ് എഗ്ഗ്, ചീസ്, പൊട്ടാറ്റോ പാറ്റീസ്, ക്രോസോണ്, ഓറഞ്ച് ജ്യൂസോ അതുപോലെ എന്തെങ്കിലുമൊക്കെ. ഇതൊക്കെയാണ് സാധാരണ ടിപ്പിക്കലി ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുറച്ച് എനർജിയൊക്കെ സംഭരിച്ച് പുറത്തേക്ക് ഇറങ്ങാം. അപ്പം മെയിനായിട്ടുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ ഉണ്ട്. ഒരു ബോയിൽഡ് എഗ്ഗാണ്, അതിൻ്റെ കളറ് വളരെ രസകരമായിട്ടാണ്, നല്ല മഞ്ഞ കളറിലുള്ള ബോയിൽഡ് എഗ്ഗ്. അപ്പം പിന്നെ ഫ്രൂട്ട്സും കുറച്ച് സ്വീറ്റ് ഐറ്റംസ്, അവസാനം ഒരു നല്ല കോഫി മതിയല്ലോ അല്ലേ. രാവിലെ ഹോട്ടലിൽ നിന്നും ഇറങ്ങുകയാണ്, സ്യൂറിക് മെയിൻ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. അവിടെ നിന്ന് വേണം നമുക്ക് റൈൻ ഫോൾസിലേക്ക് പോകാൻ. ഞങ്ങൾ ഹോട്ടൽ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഇടം നോക്കിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടൽ സ്യൂറിക് മെയിൻ സ്റ്റേഷനോട് വളരെയധികം അടുത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നടന്ന് സ്യൂറിക് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിനേക്കാളും മികച്ച ഒരു ഫെസിലിറ്റിയാണ്. 40-ൽ പരം ട്രാക്കുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളതെന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ള അതിൻ്റെ വലിപ്പം. നമ്മൾ അതിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ ഒരു സിറ്റിയിലേക്ക് കയറി ചെല്ലുന്ന പ്രതീതിയാണ് ആക്ച്വലി. രാവിലെ ട്രാമുകളൊക്കെ നിരത്തിൽ കൂടെ ഓടിത്തുടങ്ങി. ഇപ്പോൾ സമയം 8 മണിയാണ്. ഇവിടെ മാർച്ച് മാസത്തിൽ പോലും രാവിലെയൊക്കെ ഏകദേശം 2 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ നല്ല വിൻ്റർ ക്ലോത്തിങ് അത്യാവശ്യമാണ്. സ്യൂറിക്കിൽ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ എവിടെ നോക്കിയാലും ഇതുപോലെയുള്ള കുറേ ഫൗണ്ടൻസ് കാണാൻ പറ്റും. ഇവിടെ 2 സീലുകൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു സ്കൾപ്ചറാണ്. അപ്പം ഈ പൈപ്പിൽ നിന്നൊക്കെ വരുന്ന വെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിൽ ഫില്ല് ചെയ്യുകയോ ഡയറക്റ്റായിട്ട് കുടിക്കുകയോ ഒക്കെ ചെയ്യാം. വളരെ ശുദ്ധമായ വെള്ളമാണ്. ഇതിലൊന്നും ക്ലോറിനോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചേരുന്നതല്ല, നാച്ചുറലായിട്ടുള്ള വെള്ളമാണ്. സ്റ്റേഷനിലേക്ക് അടുക്കുമ്പോൾ ഒരു ചെറിയ വാഹനം കണ്ടു, ചൂലും ഒക്കെ ഫിക്സ് ചെയ്ത് ഇതൊന്നും റോഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. തെരുവുകളൊക്കെ നല്ല വൃത്തിയാണ്, എവിടെയും ഗാർബേജുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ല. അപ്പം അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാണുന്നതാണ് സ്യൂറിക് മെയിൻ റെയിൽവേ സ്റ്റേഷൻ. വലിയൊരു കെട്ടിടമാണ് ആക്ച്വലി, അല്ലേ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ പുരാതനമായ ഒരുപാട് ബിൽഡിങ്ങുകൾ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു ചർച്ചുണ്ട്, പുരാതനമായ ഒരു ചർച്ചാണ്, മനോഹരമായ ഒരു ദൃശ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സബ്വേ ഉണ്ട്. ഈ റോഡ് ക്രോസ് ചെയ്യാൻ മെനക്കെടാതെ നമുക്ക് ഈ സബ്വേയിൽ കൂടെ സ്റ്റേഷനിലേക്ക് നടന്നെത്താം. ഈ SBB എന്ന് പറയുന്നതാണ് സ്വിസ് റെയിൽവേ ആണ് ആക്ച്വലി. നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ വിശാലമായ ഏരിയയാണ്, ഒരുപാട് ട്രാക്കുകളുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ റൈൻ ഫോൾസ് ആണ്. അപ്പോൾ അവിടേക്കുള്ള ട്രെയിൻ നമ്പറൊക്കെ നേരത്തെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. ഇവിടെ വന്ന് കണ്ടുപിടിക്കാൻ സമയമൊക്കെ നോക്കി ബുദ്ധിമുട്ടുന്നതിനേക്കാളും വളരെ നല്ലതായിരിക്കും നേരത്തെ പ്ലാൻ ചെയ്ത് സമയവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ട്രെയിനുകളുണ്ടെങ്കിലും ചേഞ്ച് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ടുള്ള ട്രെയിനുകളൊക്കെ ചുരുക്കം ചില സമയങ്ങളെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. എയർപോർട്ടിലെയൊക്കെ പോലെ നമുക്ക് ഈ ട്രെയിൻ സമയങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ബോർഡുകളൊക്കെ കാണാം. അപ്പോൾ അവിടെ പോയി നമ്മുടെ പ്ലാറ്റ്ഫോം ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ട്രെയിനുകളുടെയും ഡീറ്റെയിൽസ് കാണാം, ട്രെയിൻ നമ്പേഴ്സ്, നമുക്കിവിടെ സമയമുണ്ട്, ഒറിജിനുണ്ട്, ഡെസ്റ്റിനേഷനുണ്ട്, ട്രാക്കുകളും കാണിച്ചിട്ടുണ്ട്. ഇത് ട്രാക്ക് നമ്പറാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ട്രെയിൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരാൻ സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്റ്റേഷൻ മുഴുവനായിട്ടൊന്നും നടന്നു കാണുന്നില്ല. പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ, മൈഗ്രോസ്, ഇതൊരു വലിയ ചെയിൻ സൂപ്പർ മാർക്കറ്റാണ്. ഭക്ഷണ പദാർത്ഥങ്ങളായാലും മറ്റുള്ള വസ്തുക്കളൊക്കെ ആയാലും നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും കിട്ടുന്ന വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടുന്ന് വേണ്ടതായ, ഒരു മനുഷ്യന് വേണ്ടതായ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ പല ലെവലുകളായിട്ടാണ്
വിശാലമായ ഒരു ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ 43, 44 ഇതൊക്കെ ട്രാക്കുകളാണ്. അപ്പോൾ എത്ര ട്രാക്കുകളാണെന്നുള്ള ഉദ്ദേശിക്കുക, മനസ്സിലായില്ലേ? ഇപ്പം 43, 44 അങ്ങനെ ഒരുപാട് ട്രാക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാം ഫാസ്റ്റ് ഫുഡുകളായാലും ലോകത്തരമായിട്ടുള്ള പല ബ്രാൻഡുകളും ഒക്കെ കാണാം. അവിടെ നമുക്ക് സ്റ്റാർബക്സ് കാണാം, ചൈനീസ് റെസ്റ്റോറൻറ്റ്, സൂഷി, ജാപ്പനീസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ബർഗർ കിങ് എന്ന് വേണ്ട ഒരു നീണ്ട നിര തന്നെയാണ്. അതായത് 1, 2, 3 ഔട്ട്ലെറ്റുകളോ മാത്രമായൊന്നും അല്ല, വലിയ നീണ്ട നിര തന്നെയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഒരുപാട് ഫുഡും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ വിൽക്കുന്ന കിയോസ്കുകൾ ഒക്കെ കാണാം. വളരെ വിശാലമായി കിടക്കുകയാണ്. എന്തായാലും നമ്മുടെ ട്രെയിൻ വരാൻ സമയമായിരിക്കുന്നുണ്ട്. നമുക്ക് ട്രെയിനിൻ്റെ സമയവും ട്രാക്കും ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. പലർക്കും വലിയ താല്പര്യമുള്ള ഒരു ഷോപ്പ് ഇവിടെ നമുക്ക് കാണാം, ഡ്രിങ്ക്സ് ഓഫ് ദ വേൾഡ്. ഏത് തരം ലിക്കറുകൾ വേണമെങ്കിലും വരിക, വാങ്ങിക്കുക, കഴിക്കുക. ഉണ്ടല്ലേ? അപ്പോൾ ഏത് തരത്തിലുള്ളവർക്കും എന്ത് താല്പര്യങ്ങൾക്കുള്ളവർക്കും ഒക്കെ എല്ലാം അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ട്രെയിൻ ഇതാണ്, S12 916 ഷഫോസനിലേക്ക് പോകുന്ന ആ റൂട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിവിടെ ട്രാക്ക് നമ്പർ കാണിച്ചിട്ടുണ്ട് 43, 44. ഇത് 43, 44 കണ്ടില്ലേ? അപ്പോൾ ആ ട്രാക്കിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ യൂറയിൽ പാസ് ഉണ്ട്, ഇനി അതിൽ ആഡ് ചെയ്യണം. രാവിലെ ഇവിടെയൊക്കെ ക്ലീനിങ്ങും പ്രോസസ്സുകളും ഒക്കെ നടക്കുകയാണ്. നമ്മൾ ട്രാക്കിലേക്ക് എത്തുകയാണ്. സ്വിസ് ട്രെയിനാണ് ഇത്. പാസഞ്ചേഴ്സ് ഇറങ്ങുന്നു, പാസഞ്ചേഴ്സ് കയറുന്നു. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലും ഒരു ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ ട്രെയിൻ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ റൈൻ ഫോൾസിലേക്ക് പോകാനുള്ള നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ക്യാബിനിലേക്കാണ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, ഇവിടെ 1 എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1 എന്ന് കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി യൂറെയിൽ പാസ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ മൊബൈലിൽ യൂറെയിലിൻ്റെ റെയിൽ പ്ലാനർ ഡൗൺലോഡ് ചെയ്യണം. ഇതിൽ ഓൾറെഡി നമ്മുടെ പാസ്സൊക്കെ എൻട്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ ടിക്കറ്റ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. റൈൻ ഫോൾസിലേക്കുള്ള ട്രിപ്പ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഈ ട്രിപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ പാസ് ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഞാനത് ഓൾറെഡി അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂറെയിൽ ഗ്ലോബൽ പാസ്. ഈ പ്രത്യേക ട്രിപ്പിന് വേണ്ടിയുള്ളതാണ്, ഈ ട്രെയിനിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ടിക്കറ്റുകളുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 7 days ഫ്ലെക്സ് പാസ്സാണ്, ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ അത് ഈ 7 days ഫ്ലെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ 7 ദിവസങ്ങൾ, ഏതെങ്കിലും 7 ദിവസങ്ങൾ ഉപയോഗിക്കാം. അപ്പം ഇങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ യൂറെയിൽ ഗ്ലോബൽ മൊബൈൽ പാസ് ഇരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ എന്ന് പറയുമ്പോൾ നല്ല വിശാലമായ സീറ്റിങ്സ് ആണ്. പിന്നെ സ്വതവേ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് കുറവായിരിക്കും, വലിയ തിരക്കൊന്നും അല്ലാത്ത റൂട്ടാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് സ്വിസ് റെയിലിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ. പുറത്ത് നല്ല തണുപ്പാണെങ്കിലും നമ്മൾ ട്രെയിനിലൊക്കെ കയറി കഴിയുമ്പോഴേക്ക്, ട്രെയിനിൽ മാത്രമല്ല ഹോട്ടലുകളിലും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടും. കാരണം ഇതെപ്പോഴും അവർ ഒരു ഹീറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ക്യാബിനകത്തിരിക്കുമ്പോൾ നല്ല ചൂടാണ്. വിശാലമായ ഒരു ഗ്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകാൻ സാധിക്കും. ഇനിയിപ്പം നമ്മൾ പോകുന്ന റൈൻ ഫോൾസ് എന്ന് പറയുന്നത് കുറേ ദൂരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരുപാട് വില്ലേജ് ഏരിയയിൽ കൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതിമനോഹരമായ കുറേ കാഴ്ചകൾ ചിത്രീകരിക്കാം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിൻ്റർത്തർ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ചെറിയ സ്റ്റേഷനുകളാണ്. ഈ മെയിൻ സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുമ്പോൾ
കമ്പാരിറ്റീവ്ലി അത്ര വലിയ സ്റ്റേഷനുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ തന്നെ 8ഓളം ട്രാക്കുകൾ ഈ സ്റ്റേഷനിൽ തന്നെ കാണാം. ഇത് താരതമ്യേന ചെറിയൊരു സ്റ്റേഷനാണ്. ട്രെയിൻ അവിടെ നിന്ന് മൂവ് ചെയ്യുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ വശങ്ങളിലായിട്ട് കുറേ സൈക്കിളുകൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. കാരണം ഇവരൊക്കെ ഈ സ്വിസ് ജനതയൊക്കെ ഈ സൈക്കിളുകൾ വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരിവിടെ ഈ സൈക്കിൾ ചവിട്ടി വന്ന് ഈ സ്റ്റേഷനിൽ വെച്ചിട്ട് ട്രെയിൻ എടുത്ത് ദൂരേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോകും. നമ്മളെപ്പോലെ അധികം ഈ മോട്ടോർ ബൈക്കുകൾ ഇവിടെ സാധാരണഗതിയിൽ അധികം നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മോട്ടോർ ബൈക്കുകളാകുമ്പോൾ നമുക്കറിയാം സ്വതവേ പൊല്യൂഷൻ കൂടുതലാണ്. സൈക്കിളുകളാകുമ്പോൾ വളരെ എഫിഷ്യൻ്റാണ്, ഫ്യൂവലിൻ്റെ ആവശ്യമില്ല, പിന്നെ ആരോഗ്യപരമായ കാരണങ്ങളാലും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ സൈക്കിൾ സവാരിക്കാരൊക്കെ പണ്ട് കാലത്ത് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ സൈക്കിൾ ഒരു ചെറിയ റൂട്ടുകളിൽ പോലും കമ്മ്യൂട്ട് ചെയ്യുന്നതിന് നമ്മളൊന്നും ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ഇവിടെ നമുക്ക് ഈ സ്വിസ് ശൈലിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാൻ സാധിക്കും. ലോങ് വിൻഡേഴ്സൊക്കെ ഉള്ള ഒരു സ്ഥലമായതിനാൽ അതിന് തക്കതായ രീതിയിലാണ് ഇവരുടെ റൂഫുകളുമൊക്കെ. കാരണം ഈ സ്നോഫോളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നോ ഉരുകി താഴേക്ക് പോകാനുള്ള രീതിയിലൊക്കെയാണ് ഇങ്ങനെ സ്ലോപ്പിംഗ് റൂഫുകൾ സ്വതവേ ഈ യൂറോപ്യൻ പ്രദേശങ്ങളിലൊക്കെ ചെയ്യാറുള്ളത്. ഈ ട്രെയിനിലിരുന്നാൽ ഇതൊക്കെയാണ് കാഴ്ചകൾ. വളരെ മനോഹരമായ കാഴ്ചകളാണ്. വ്യത്യസ്തമായ കാഴ്ചകൾ, വ്യത്യസ്തമായ ഭൂപ്രകൃതി, വ്യത്യസ്തമായ മരങ്ങൾ, വ്യത്യസ്തമായ കാഴ്ചകളാണ് യൂറോപ്പിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. ഇപ്പോൾ കണ്ടില്ലേ, എവിടെ നോക്കിയാലും നീണ്ടു നിവർന്ന് നടക്കുന്ന പുൽമേടുകളാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡയറി ഫാമുകൾ ഒരുപാട് പോപ്പുലറായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത്രയധികം പശു വളർത്തലുള്ള മറ്റൊരു സ്ഥലമുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇവിടെ പ്രധാന ഒരു ഇൻഡസ്ട്രിയാണ് ചോക്ലേറ്റ് നിർമ്മാണം. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ, അത് മാത്രമല്ല ചീസുകൾ, പലതരത്തിലുള്ള ചീസുകൾ, പലതരത്തിലുള്ള പാലുൽപ്പന്നങ്ങൾ, അതിന് പ്രശസ്തി ആർജിച്ച സ്ഥലമാണ് സ്വിറ്റ്സർലൻഡ്. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും പുൽമേടുകളാണ്. മേഞ്ഞ് നടക്കുന്ന പശുക്കളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ട്രെയിൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിനിൽ കാണുന്നത് ഈ 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് സെക്കൻഡ് ക്ലാസ് ക്യാബിനായിരിക്കും. 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ക്യാബിനുകളിൽ കൂടെ മാത്രമേ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറിപ്പോകാനുള്ള വഴിയുണ്ടാവുള്ളൂ. ഇവിടായി നമുക്കൊരു ക്ലോക്ക് ടവറോട് കൂടി ഒരു ചർച്ച് കാണാൻ സാധിക്കും. മിക്കവാറും എല്ലാ ചർച്ചുകളിലും ഒരു ക്ലോക്ക് ടവറും കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. പഴയ കാലത്തൊക്കെ ജനങ്ങൾക്ക് ഇന്നത്തെ പോലെ സമയം അറിയാനുള്ള ഫെസിലിറ്റികൾ ഒക്കെ ഇല്ലാതിരുന്ന കാലത്ത് പൊതുജനങ്ങൾക്ക് സമയം അറിയാനൊക്കെ തീർച്ചയായിട്ടും ഇതൊക്കെ ഉപകാരപ്പെട്ടിരിക്കാം. ഇവിടെയൊക്കെ കുറേ വിനിയാർഡ്സൊക്കെ കാണാൻ സാധിക്കും. കണ്ടല്ലേ, മുന്തിരിച്ചെടികളൊക്കെ അങ്ങനെ വരിവരിയായി നട്ട് വളർത്തുന്നു. പൈൻ മരങ്ങൾ, ഇവിടെയൊക്കെ കൃഷിക്ക് വേണ്ടി സ്ഥലങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഉഴുതിട്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷനിലേക്ക് എത്തി. ഇത് കഴിഞ്ഞ് 2-ാമത്തെ സ്റ്റേഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്നും പതുക്കെ ഇറങ്ങി. സ്റ്റേഷൻ ഇത് തന്നെയാണെന്നൊന്ന് ഉറപ്പ് വരുത്താം. അതെ, ഈ സ്റ്റേഷനാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അതായത് സ്ക്ലോസ് ലോഫെൻ ആം റെയിൻഫോൾ. കണ്ടില്ലേ, ഇതാണ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ. ദൂരെ കൂടെ ഒരു ചെറിയ ട്രെയിൻ പോകുന്നത് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കും നല്ലൊരു കാഴ്ചയാണ്. അങ്ങനെ ആ ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ, നല്ല പതഞ്ഞ്, വെള്ളമൊക്കെ നല്ല പതഞ്ഞ് പച്ച നിറത്തിലുള്ള ആ ജലത്തിലേക്ക് ഇങ്ങനെ പതിക്കുന്ന ഒരു കാഴ്ച അതിമനോഹരമാണ്. ഇവിടെ ഒരു ടണലുണ്ട്. ആ ടണലിൽ കൂടെയാണ് ആക്ച്വലി ട്രെയിൻ പോകുന്നത്. അവിടെ ഒരു പുരാതനമായ ഒരു ബിൽഡിംഗ് ഒക്കെ കാണാം. ആ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ അപ്പുറത്തെ വശത്തേക്കൊരു ബ്രിഡ്ജും പിന്നെ ഒരു കെട്ടിടവും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. എല്ലാം വളരെ സുന്ദരമായ കാഴ്ചകളാണ്. അപ്പോൾ ഈ സ്റ്റേഷൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സ്റ്റേഷനാണ്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അത് രസകരമായ ഒരു സംഭവമാണ്. ഒറ്റ പ്ലാറ്റ്ഫോമുള്ള ഒരു ചെറിയ സ്റ്റേഷനാണ്. ഷ്ലോസ് ലോഫെൻ ആം റെയിൻഫോൾ. ജർമ്മൻ ഭാഷയിലാണ്. നമുക്ക് മുകളിലേക്ക് കയറിപ്പോകാം. അപ്പോൾ ഇവിടെ ഒന്നുകിൽ ഈ വഴിയെ കയറിപ്പോകാം, അത് ഇച്ചിരി സ്റ്റീപ്പായിട്ടുള്ള നടത്തമാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് ലിഫ്റ്റുണ്ട്. പക്ഷെ നമുക്ക് ഈ വഴി തന്നെ കയറിപ്പോകാം. ആദ്യം ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒരു
ചെറിയ ഒരു ബോർഡ് വാക്ക് പോലുണ്ട്. അതിൽ കൂടെയൊക്കെ നടന്ന് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവിടേക്ക് പോകുന്നതിന് മുന്നേ നമ്മളവിടെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ വന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാനും അങ്ങോട്ട് പോകാനും ഒക്കെ ആയിട്ടുള്ളത്. അവിടെ മുകളിൽ ആ ബിൽഡിങ്ങിൽ അഗെയിൻ ഒരു ഗോപുരവും ഒരു ക്ലോക്ക് ടവറാണ്. അതിന് മുകളിൽ ഒരു കോഴി നിൽക്കുന്നതായിട്ടൊക്കെ കാണാം. ചെറിയ പഴയ ഒരു ചെറിയ കോട്ടകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബിൽഡിംഗ് ആണിത്. സുഖകരമായ കാലാവസ്ഥയാണ്. വലിയ തണുപ്പൊന്നും പറയാനില്ല, എന്നാലും ഓക്കെ. അപ്പോൾ ഒരു ചർച്ചാണ് അവിടെ നമ്മൾ കാണുന്നത്. അതിനും ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, കണ്ടില്ലേ? മിക്കവാറും എല്ലാ ചർച്ചുകൾക്കും ഇതേ രൂപം തന്നെയാണ്. ഇവിടെ ഈ സ്ട്രക്ചറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവാം. എന്താണെന്ന് നമുക്ക് നോക്കാം. 1942 പണിത എന്തോ ആണെന്ന് തോന്നുന്നു. ഇതൊരു കവാടം മാത്രമാണ്. വിൽക്കോമെൻ ഇതാണ് ഇതിൻ്റെ. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് ബേസിക്കലി എന്ന് തോന്നുന്നു. അവിടേക്ക് പോകുമ്പോഴേ എന്തായാലും ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. അതെ, ഇവിടെയുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. സുന്ദരമായ ഒരു കാഴ്ച. ഇവിടെ ഒരു മരത്തിൻ്റെ ഒരു തടി അങ്ങനെ ഒരു വള്ളം പോലെ ആക്കി അതിൽ കുറേ ചെടികളൊക്കെ വെച്ച് സുന്ദരമായ ഒരു സംഭവം. ഇപ്പോൾ ഈ റൈൻ ഫോൾസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇവിടെ ഒരു വ്യൂയിങ് പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് റൈൻ ഫോൾസിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. അതുകൂടാതെ ഈ റൈൻ ഫോൾസിൻ്റെ സമീപത്തുകൂടെ ആ റൈൻ നദിയിൽ നമുക്ക് ഒരു ബോട്ട് യാത്ര നടത്താം. ഇതൊക്കെയാണ് ഇവിടെ വരുന്ന സഞ്ചാരികൾ പൊതുവായി ചെയ്യാറുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മളിവിടെ ഈ റൈൻ ഫോൾസിൻ്റെ വ്യൂയിങ് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതിന് ഒരു ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ബോട്ട് ഉള്ള ടിക്കറ്റ് നമുക്ക് ആ ബോട്ട് റൈഡിങ് തുടങ്ങുന്നതിൻ്റെ ആ ഭാഗത്ത് ഉള്ള ഒരു കൗണ്ടറിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. പ്ലാറ്റ്ഫോം വ്യൂയിങ്ങിനുള്ള ടിക്കറ്റ് നമുക്ക് ഈ ഭാഗത്ത് നിന്നാണ് കിട്ടുന്നത്. സ്വിസ് ഫ്രാങ്ക്സ് ആണ്. 50ൻ്റെ ഒരു സ്വിസ് ഫ്രാങ്ക്സ് നോട്ടാണ്. നമുക്ക് കുറച്ച് ചേഞ്ച് ഇവിടുന്ന് കിട്ടുമെന്നുള്ളതും കൂടെ അറിയാം. ചില സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ചേഞ്ചിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലേ കാർഡ് കൊടുക്കുന്നതിന് പകരം നമുക്കിവിടെ 2 പേർക്കുള്ള ടിക്കറ്റ് ഇവിടുന്ന് കൗണ്ടറിൽ നിന്ന് എടുക്കുമ്പോൾ ചേഞ്ച് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ. പ്രത്യേകിച്ച് കോയിൻസൊക്കെ ചില സ്ഥലങ്ങളിൽ അത്യാവശ്യമായിട്ട് വരും. ഒന്ന് നോക്കാം. Hi, 2 tickets, 2 adults. നമ്മൾ കറൻസി കൊടുത്തു, അവർ ചേഞ്ച് തരുന്നുണ്ട്. താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ. എന്തായാലും ലക്കിലി 40 സ്വിസ് ഫ്രാങ്ക്സ് തിരിച്ചു കിട്ടി. ചേഞ്ച് അത്രയുമായി. 2 ടിക്കറ്റും കിട്ടിയിട്ടുണ്ട്. ഇതാണ് വ്യൂയിങ് പ്ലാറ്റ്ഫോമിലേക്കുള്ള എൻട്രി ടിക്കറ്റാണ്. ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് വ്യൂയിങ് പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. വളരെ പഴയൊരു ചർച്ചായിരിക്കണം. നല്ല രസമുണ്ട്. അതിൻ്റെ ക്ലോക്ക് ടവറൊക്കെ കാണാനായിട്ട് വളരെ യൂണീക്കായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് വാച്ചുകൾക്കും ഘടികാരങ്ങൾക്കും ഒക്കെ വളരെ പ്രസിദ്ധമാണല്ലോ, അതിൻ്റെ മേക്കിങ്. ഇപ്പോൾ എവിടെ നോക്കിയാലും ഇതുപോലെയുള്ള ക്ലോക്ക് ടവറുകളും ഒക്കെ ഒരുപാട് കാണാൻ സാധിക്കും. പിന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു എന്താ പറയുക, ഒരു മാസ്കോട്ട് എന്ന് പറയുന്നത് ഈ പശുക്കളൊക്കെയാണ്. അപ്പോൾ എവിടെ നോക്കിയാലും കുറേ പശുക്കളുടെയൊക്കെ പ്രതിമകളും പശുക്കിടാങ്ങളുടേതും ആയിട്ടൊക്കെ എപ്പോഴും എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും.
അപ്പോൾ ഇവിടെ നിൽക്കുമ്പം തന്നെ ഈ റെയിൻഫോൾസിൽ നിന്നുള്ള ആ ഒരു ശബ്ദമൊക്കെ കേൾക്കാൻ സാധിക്കും. നല്ല തണുത്ത കാറ്റും അവിടുന്ന് വരുന്നുണ്ട്. ഇവിടെയും കണ്ടില്ല ഒരു ഫൗണ്ടൈൻ ഉണ്ട്. വളരെ പഴയൊരു ഫൗണ്ടനാണ്. ഇത് ഇയറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1793 എന്നോ മറ്റോ ആണ് എഴുതിയിരിക്കുന്നത്, വ്യക്തമാകുന്നില്ല. ഇയർ 1793. അത്രയും പഴക്കമുള്ള ഒരു ചെറിയൊരു ഫൗണ്ടനാണ്. ഇവിടെ നമുക്ക് വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാം. ഭയങ്കര തണുപ്പാണ്. പ്ലാറ്റ്ഫോം ട്രെയിൽ അത് ഇവിടേക്കാണ് കാണിക്കുന്നത്. ഇതുവഴി ഈ കവാടം കടന്നു വേണം പോവാൻ എന്നുള്ളതാണ് അനുമാനം. നമുക്ക് ഈ വഴി അങ്ങോട്ട് നടന്ന് നോക്കാം. ഇവിടെ വരുമ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ കാണാം. വളരെ മനോഹരമായ കാഴ്ചയാണ്. ആ റെസ്റ്റോറൻറ്റിന് മുന്നിൽ ഒരു തടിയിൽ ഇങ്ങനെ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നു, ചെടികളൊക്കെ വളർത്തി നിർത്തിയിരിക്കുന്നു. മനോഹരമായൊരു കാഴ്ച അല്ലേ? ഒരു വള്ളം പോലൊക്കെ ആക്കി അതിലാണ്. ഒരു റെസ്റ്റോറൻ്റാണ്. നമുക്കിതിലേ നടന്നു പോവാം. പുരാതനമായ ഒരു നിർമ്മിതിയൊക്കെയാണ്. ഇങ്ങനെ ഈ ഒരു എന്താ പറയുന്ന മതിലും കാര്യങ്ങളും ഈ ചെറിയൊരു സ്ട്രീറ്റൊക്കെ ആണെങ്കിൽ തന്നെ നോക്കുമ്പോൾ കണ്ടില്ലേ, കല്ലുകളൊക്കെ പാകി നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇവിടെയും വളരെ വ്യത്യസ്തമായ ബിൽഡിങ്ങുകളാണ്. വളരെ പഴയ ബിൽഡിങ്ങുകളാണെന്ന് തോന്നുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു കോർട്ട് യാർഡ് പോലെയാണ്. ഒരു ബിൽഡിങ്ങും ഒരു പുരാതനമായ ഒരു ബിൽഡിങ്ങും അതിൻ്റെ ഒരു കോർട്ട് യാർഡും. അവിടെ ഒരു മരം, ഒരു പൂമരം. എത്ര രസകരമാണോ നോക്കിയേ. ആ പൂമരം കണ്ടു കഴിഞ്ഞാൽ നിറയെ പൂത്തലഞ്ഞ് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പ്രിങ് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പം മുട്ടിട്ട് നിൽക്കുകയാണ്. ഇത് വിടർന്നു കഴിയുമ്പോഴേക്കും വലിയ ഫ്ലവർ ആയിരിക്കും ഇതിലുള്ളത്. കണ്ടില്ലേ? പൂക്കളുടെയും പൂമരങ്ങളുടെയും ചെടികളുടെയൊക്കെ കാര്യത്തിൽ സ്വിറ്റ്സർലൻഡ് പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണെന്ന് പറയാം. മനോഹരമായ പുഷ്പങ്ങൾ കണ്ടില്ലേ? ഇതിപ്പോൾ മുട്ടിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇത് വിടരുമ്പോഴേക്കും വലിയ പൂക്കളായിരിക്കാം. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ആരും വളർത്തുന്നതാണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ തന്നെ പൊട്ടി മുളച്ചിരിക്കുന്ന ചെടികളൊക്കെയാണ്. പക്ഷെ അതെല്ലാം വളരെ മനോഹരമായ പൂക്കളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ പ്ലാറ്റ്ഫോം ട്രെയിൽ തുടങ്ങുന്ന ഇവിടെയാണ്. ഇവിടെ നമുക്ക് ഈ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് വേണം എൻട്രി ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് സ്വൈപ്പ് ചെയ്ത് അപ്പോൾ അങ്ങനെ നമ്മൾ വ്യൂയിങ് പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയാണ്. ചെറിയൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ റൈൻ നദിയുടെ മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. റൈൻ നദി അങ്ങനെ ആർത്തലച്ച് ഒഴുകി ഇറങ്ങിപ്പോവുകയാണ്. ഇവിടെ വലിയ പാറകളായിരുന്നിരിക്കാം, പക്ഷേ ഈ കുത്തൊഴുക്കിൽ ആക്ച്വലി ആ പാറകളൊക്കെ ഇങ്ങനെ ഗുഹകളായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ഒരു മടിയും വിചാരിക്കാതെ എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ നിൽക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല കവിതകളും ഒക്കെ മനസ്സിൽ ഉടലെടുക്കുമെന്നുള്ളതാണ്. ഈ റൈൻ നദി ആക്ച്വലി ഒരുപാട് രാജ്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ജർമ്മനി ഒക്കെ കടന്ന് പിന്നെ ഇതങ്ങ് പോയി അവസാനിക്കുന്നത് നോർത്തേൺ സീയിൽ, അതായത് നെതർലാൻഡ്സ് വരെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നെതർലാൻഡ്സിൽ ചെന്നിട്ട് നോർത്തേൺ സീയിലേക്കാണ് ഇത് ഡ്രെയിൻ ചെയ്തു പോകുന്നത്. അപ്പോൾ അത്രയും വലിയൊരു റിവറാണ് റൈൻ റിവർ എന്ന് പറയുന്നത്. യൂറോപ്പിലെ വൺ ഓഫ് ദ മേജർ റിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഈ വ്യൂയിങ് പ്ലാറ്റ്ഫോമിൽ കൂടെ താഴേക്കിറങ്ങി റെയിൻഫോൾസിൻ്റെ ബേസിനിലേക്ക് എത്താം. അവിടെയായിട്ട് നമുക്ക് കണ്ടില്ലേ പല നിറങ്ങളിലുള്ള റെഡ് ബോട്ടുകൾ, ബ്ലൂ ബോട്ടുകൾ, യെല്ലോ ബോട്ടുകൾ. അപ്പോൾ ഇതിൽ ഓരോ ബോട്ടുകളും ഓരോ പ്രത്യേക ഭാഗത്തേക്കാണ് സർവീസ് നടത്തുന്നത്. ഈ റെഡ് ബോട്ട് എന്ന് പറയുന്നത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ റിവറിന് അക്രോസ് ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് പോകുന്നതാണ്. യെല്ലോ ബോട്ടാവുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവിടെ നിന്ന് വന്ന് ഈ പാറക്കെട്ടിൻ്റെ താഴെ വന്ന് നിർത്തി
ഈ സഞ്ചാരികൾക്കൊക്കെ ആ പാറക്കെട്ടിലേക്ക് കയറി പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. പിന്നെ ബ്ലൂ ബോട്ടുണ്ട്. ബ്ലൂ ബോട്ട് ഫോൾസിൻ്റെ അരികിൽ കൂടെയൊക്കെ പോയി സഞ്ചാരികളെയും കൊണ്ടുപോയി നല്ലൊരു വ്യൂവിങ്ങിനുള്ള അവസരം കൊടുക്കും. അപ്പോൾ ഇതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബോട്ടുകളൊക്കെ സർവീസിങ് തുടങ്ങി. ഏകദേശം 11 മണിക്കാണ് ഈ സർവീസ് തുടങ്ങുന്നത്. അതിന് മുമ്പേ എത്തിയാൽ നമുക്ക് ബോട്ടിംഗ് സർവീസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വിൻ്റർ സീസണിൽ യഥാർത്ഥത്തിൽ ഈ ബോട്ട് സർവീസ് ഉണ്ടാകുകയില്ല. മാർച്ച് അവസാനത്തെ ആഴ്ചയിൽ മാത്രമേ ഈ ബോട്ടിംഗ് സർവീസ് ഉണ്ടാകുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എത്ര ശക്തമായ കുത്തൊഴുക്കാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നോക്കുമ്പോൾ കാണാം ആ യെല്ലോ ബോട്ട് ഇങ്ങനെ വരികയാണ്. ദൂരെ കൂടെ വന്ന് അവിടെ ആ റോക്കിലേക്ക് കയറി പോകാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ വന്ന് ഡോക്ക് ചെയ്യും. അവിടെ നിന്ന് സഞ്ചാരികൾക്ക് ഈ റോക്കിലേക്ക് കയറിപ്പോയി ആ ഫ്ലാഗ് വെച്ചിരിക്കുന്ന അവിടെ ഒരു ചെറിയൊരു വ്യൂയിങ് പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തിരിച്ചിറങ്ങി ആ ബോട്ടിൽ തന്നെ മടങ്ങി അപ്പുറത്തെ കരയിലേക്ക് പോകാം. ഈ വ്യൂയിങ് പ്ലാറ്റ്ഫോം പല തട്ടുകളായാണ്. ഇനി ഇവിടുന്ന് കുറേ കൂടെ താഴേക്ക് ഇറങ്ങി ചെന്ന് ഏറ്റവും അടുത്ത് ഉള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുകളിലുള്ള വെച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നിന്നുള്ളൊരു കാഴ്ചയും കൂടെ ഉണ്ട്. വളരെ കുത്തനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. കുറേ താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് പിന്നെ തിരിച്ചതുപോലെ കയറി വരേണ്ടതായിട്ടുണ്ട്. കുട്ടികളും പ്രായമായവരും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ട്രിപ്പാണ് ഇവിടേക്ക് നടത്തുന്നത്. അതാണ് ബ്ലൂ ബോട്ട്. 15 മിനിറ്റ് ഈ റെയിൻ ഫോൾസിൻ്റെ ഈ കാഴ്ചകൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ ചുറ്റി നടന്ന് ഈ വെള്ളച്ചാട്ടം ആസ്വദിച്ചതിന് ശേഷം തിരിച്ച് കരയിലേക്ക് പോകും. അതാണ് ആ ബ്ലൂ ബോട്ടിൻ്റെ പരിപാടി. ഇവിടെ ശരിക്കും ഏറ്റവും അടുത്ത് ഈ വെള്ളച്ചാട്ടം ഏറ്റവും അടുത്ത് നിന്ന് കാണാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെയുള്ളത്. ഒറ്റ വാക്കിൽ ബ്രത്ത് ടേക്കിംഗ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്താണല്ലേ ഇതൊരു കാഴ്ച തന്നെ. ഇവിടെ ഒരു റോക്കുണ്ട്. ആ റോക്കിൽ ഇങ്ങനെ ഒരു തുരങ്കം പോലെയാണ്. ഇതുവഴി നടന്നിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഈ റെയിൻ ഫോൾസിനെ ഈ വെള്ളച്ചാട്ടത്തെ തൊട്ട് അറിയാനുള്ള എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഈ ചെറിയ തുരങ്കത്തിൽ കൂടെ അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോഴേക്ക് നമ്മൾ ശരിക്കും വെള്ളച്ചാട്ടത്തിന്റെ അരികിലേക്കാണ്. നമുക്ക് കൈ എത്തി തൊടാവുന്ന അകലത്തിലാണ് പിന്നെ വെള്ളച്ചാട്ടം ഉള്ളത്. അത് തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇവിടെ വരുന്നവരെ ഈ തുരങ്കത്തിൽ കൂടെ കയറി ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും അടുത്ത ഭാഗത്തേക്ക് പോകാനായിട്ട് ഒരിക്കലും മറക്കരുത്. അങ്ങനെ ഇതൊരു കാഴ്ചയാണല്ലേ. ഇവിടെ നിൽക്കുമ്പോ നമുക്ക് ശരിക്കും ഈ വെള്ളച്ചാട്ടത്തിൽ തൊടാം. അത്ര അടുത്താണ്. നല്ല തണുപ്പാണ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക്. കാരണം ഈ വെള്ളം താഴെ ഈ പാറകളിലേക്ക് പതിച്ച് അതിങ്ങനെ നീരാവി പോലെ ഈ വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫോഗ് പോലെ. നോക്കിക്കഴിഞ്ഞാൽ അവിടോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാറക്കെട്ടുകളൊക്കെ നമുക്ക് അടുത്ത് കാണാം. ഫോഗ് പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. താഴെ ഈ പാറക്കെട്ടുകളിലേക്ക് ആർത്തലച്ച് വീഴുന്നു. ഇത് തന്നെയാണ് ഏറ്റവും നല്ല കാഴ്ച. റെയിൻ ഫോൾസ് വളരെ അടുത്ത് നിന്ന് നമുക്ക് കാണാം. ഏറ്റവും താഴെയുള്ള പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കുണ്ടല്ലേ ഈ ബോട്ട് ബ്ലൂ ബോട്ടിലുള്ള സർവീസാണ്. 15 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ റൈഡ് എന്ന് പറയുന്നത്. ഇത്രയും അടുത്ത് ഈ ഫോൾസിൻ്റെ ഇത്രയും അടുത്ത് വരെ വന്നിട്ട് അവർ ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് തിരിച്ചു പോവുകയാണ്. ശരിക്കും ഒരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. ബോട്ടൊന്ന് മറിഞ്ഞു പോയെന്നുണ്ടെങ്കിൽ പൊടി പോലും കിട്ടുകയില്ല. അങ്ങ് നെതർലാൻഡ്സും കഴിഞ്ഞ് അങ്ങ് നോർത്തേൺ സീയിൽ ആയിരിക്കും ആള് പോകുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് ശേഷം. അപ്പോൾ വളരെ രസകരമായ കാഴ്ചയാണ്. ഇവിടെ ഒരുപാട് സഞ്ചാരികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ എൻട്രിയൊക്കെ ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ.
ഇവിടെ നിൽക്കുമ്പോഴേക്കും ഈ ഫോൾസിന്റെ ശക്തി നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കണ്ടില്ലേ? ആ റോക്കിൻ്റെ മുകളിലായിട്ടാണ് അവിടെ ഈ യെല്ലോ ബോട്ടിൽ വരുന്നവർക്ക് ആ റോക്കിൻ്റെ മുകളിൽ പോയി ഈ സറൗണ്ടിങ് ഒക്കെ വ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മഴവില്ല് നമുക്ക് കാണാൻ സാധിക്കും. നയാഗ്ര ഫോൾസിലും മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ നയാഗ്ര ഫോൾസിൽ ഇത്ര ഈ ഒരു രീതിയിലാണ്. ഒന്നാമതേ അവിടെ വലിയ ജനപ്രവാഹമാണ്. നമുക്കൊരു സമാധാനമായി അവിടെ നിന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനൊക്കെ ഉള്ള സാഹചര്യം, അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും അത് ഞാൻ കുറച്ച് കാണുകയല്ല. അപ്പോൾ ഓരോ ടൂറിസ്റ്റിക് അട്രാക്ഷനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതൊരു ഓരോന്നും വേറിട്ട അനുഭവം തന്നെയാണ്. അപ്പോൾ ഇവിടെ പോയി നമുക്ക് റെഡ് ബോട്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ റിവറിന് കുറുകെ കട്ട് അക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സർവീസ് മാത്രമാണ്. അപ്പോൾ അത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈ റെഡ് ബോട്ടിന് അപ്പുറത്തേക്ക് പോവാം. ഹായ്, ഹൗ ആർ യു? To go to the other side. One way. But then we are planning to take the yellow boat. Okay, good. And then, when you take the yellow boat, the red one is included. You don't have. It's included. Okay. So I can take it from here, right? I mean, for the yellow. You buy the ticket for the yellow with me. You take the next ferry that goes to the other Okay. side. Change boats to the number one. Then you go to the rock. Okay. And then you come back to the other side. And if you want to end up here, you take the ferry again. Coming back, ferry also is included in that. Oh, yes. That's wonderful. The last ferry back is like 17 o'clock. Oh, okay, great. So how much it is? And for one adult? Two. Two adults. Then it's 40 Swiss francs. 40. Yeah, that's enough. So here it is 50. Yeah. Thank you so much. The next boat to the rock goes at 12 o'clock. Is this okay for you? 12 o'clock. Yeah, that's fine. That's the only next one, right? That's the earliest. Yeah. Very fine. The next one is starting exactly now. Okay. Right. Okay. Thank you. അങ്ങനെ നമ്മൾ ഇക്കരയ്ക്ക് വന്നിരിക്കുകയാണ്. റെഡ് ബോട്ടിൽ നിന്ന് ഡെക്കിലേക്ക് ഇറങ്ങാം. ഇനി നമുക്ക് യെല്ലോ ബോട്ട് എടുക്കേണ്ടതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് പോകാം. ഇവിടെയാണ് ബോട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. Is it necessary that we have to have a raincoat? No. Okay. Fine. Only when it's starting to rain. All right. Okay. Thank you. അപ്പോൾ നമുക്ക് യെല്ലോ ബോട്ടിലേക്ക് കയറാം. ഇതുവഴിയാണ്. This way. അപ്പോൾ ബോട്ടിൽ പാസഞ്ചേഴ്സ് ഒക്കെ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ റോക്ക് ക്ലൈംബിങ്ങിനുള്ള യാത്ര തുടങ്ങിയാണ്. അതായത് റൈൻ ഫോൾസിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഒരു റോക്ക്, അതിലേക്ക് കയറിപ്പോകാനുള്ള ഒരു ട്രിപ്പ്. തീർച്ചയായിട്ടും ഇതൊരു സാഹസിക യാത്ര തന്നെയാണ്. നമ്മൾ ആ ഫോൾസിനെ ലക്ഷ്യമാക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Skipper. Je pense que ça vient du même mot. Skipper un bateau, ouais, je pense. Skipper un bateau. Je pense. അവിടെയായിട്ട് നമുക്ക് ഫോൾസ് കാണാം. വലിയൊരു റോക്ക്, അതിനെ കീറി മുറിച്ചുകൊണ്ടാണ് ഈ റൈൻ നദി താഴേക്ക് പതിക്കുന്നത്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. വളരെ ആഴമുണ്ട് ഇവിടെ. അത് മാത്രമല്ല ശക്തമായ കുത്തൊഴുക്കാണ്. നമ്മൾ റോക്കിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരെ പോയി ആ റോക്കിൻ്റെ താഴെയുള്ള ഒരു ബോട്ട് ജെട്ടിയുണ്ട്, അവിടേക്കാണ് ഡോക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇല്ലേ, മനോഹരമായ കാഴ്ച തന്നെ പറയാനുള്ളൂ.
ഓ ഗോഡ്, ബോട്ട് വല്ലാതെ ആടി ഉലയുന്നുണ്ട്. ഭയങ്കര ഫോഴ്സോട് കൂടിയാണ് ഇവിടെ വെള്ളം താഴേക്ക് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ആടി ഉലഞ്ഞാണ് ബോട്ട് ഇവിടെയൊക്കെ ഡോക്ക് ചെയ്യാനായിട്ട് വരുന്നത്. എന്നാലും ഇത്രയും ശക്തമായ ജലപ്രവാഹത്തിലൂടെയൊക്കെ സഞ്ചരിക്കാൻ തക്കവണ്ണം പ്രത്യേകമായി ഉണ്ടാക്കിയ ബോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും നമുക്ക് പ്രയാസപ്പെടേണ്ടതായിട്ടേ ഇല്ല. അപ്പം ബോട്ടിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് ഇറങ്ങാം. വളരെ കുത്തനെയുള്ള കയറ്റമാണ്. തീർച്ചയായിട്ടും ഈ റോക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക്, ഏറ്റവും മുകൾ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് വേണം നമുക്ക് റെയിൻ ഫോൾസിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഡ്രോൺ കൊണ്ട് ചിത്രീകരിക്കുന്നത് പോലെയുള്ള ഒരു ഇഫക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വ്യൂയിങ് പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള ഈ കാഴ്ച, ഈ ഫോൾസിൻ്റെ കാഴ്ചയാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. ഉണ്ടല്ലേ? ഇവിടെ ഈ വലിയൊരു റോക്കിനെ കീറി മുറിച്ചുകൊണ്ട് ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒക്കെയാണ് ഈ റൈൻ നദിയുടെ സഞ്ചാരം. ശ്വാസം അടക്കി നിന്ന് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. എന്താണല്ലേ മനോഹരമായ കാഴ്ച. ഈ ഉയരങ്ങളൊക്കെ പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശരിക്കും കയറിപ്പോകാൻ ഒരു വിധത്തിൽ കയറിപ്പോകാം. പക്ഷെ താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ താഴെ ഈ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അതിലേക്ക് ഇറങ്ങി പോകുന്നത് പോലെയാണ്. കുത്തനെയുള്ള ഇറക്കമാണ്. കണ്ടില്ലേ? ഇത് കാണുമ്പോൾ നമ്മുടെ ചങ്കൊന്ന് കിടുങ്ങും. പിന്നെ ഇവിടെ നല്ല റെയിലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ പിടിച്ചുകൊണ്ട് നമുക്ക് ഇറങ്ങിപ്പോവാം. എന്നിരുന്നാൽ തന്നെയും വളരെ കുത്തനെ കിടക്കുന്ന ഇറക്കമാണ്. എത്ര ഉയരത്തിലേക്കാണ് നമ്മൾ കയറി വന്നതെന്ന് ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. താഴെയാണ് ആ പ്ലാറ്റ്ഫോം ഉള്ളത്. പിന്നെ വളരെ സൂക്ഷിച്ച് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. കാലൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നെതർലാൻഡ്സ് വരെ ഫ്രീ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. നെതർലാൻഡ്സ് മാത്രമല്ല, അവിടെ നോർത്തേൺ സീയിൽ ചെന്ന് സമാധി അടയാം. അതാണ്. അപ്പോൾ കുത്തനെയുള്ള ഭാഗം ഏകദേശം കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ റൈൻ നദിയുടെ മടിത്തട്ടിലേക്ക് വീണ്ടും വന്നിറങ്ങുകയാണ്. രൗദ്ര ഭാവത്തിലാണ് റൈൻ നദി ഇവിടെ എത്തുമ്പോഴേക്കും. ആർത്ത് അലച്ച് ഒഴുകുക എന്നൊക്കെ പറയുന്നത് ഇതാണ്. നദി അതിൻ്റെ ഏറ്റവും വലിയ രൗദ്രഭാവത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ യെല്ലോ ബോട്ട് വീണ്ടും മറ്റൊരു ഗ്രൂപ്പ് സഞ്ചാരികളുമായിട്ട് എത്തിയിരിക്കുകയാണ്. അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബോട്ടിൽ വേണം നമുക്ക് തിരിച്ച് വന്ന ഭാഗത്തേക്ക് പോകേണ്ടതായിട്ടുള്ളത്. നമ്മുടെ സഹസഞ്ചാരികളൊക്കെ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ വന്ന് റെഡിയായി കഴിഞ്ഞു ബോട്ടിലേക്ക് കയറാൻ. ഈ പാറക്കെട്ടിൻ്റെ മുകളിലേക്കാണ് ഇന്ന് കയറിപ്പോയത്. അങ്ങനെ റൈൻ നദിയുടെ റൈൻ ഫോൾസിൻ്റെ കാഴ്ചകൾ ഏകദേശം പരിസമാപിക്കുന്നു. നമുക്കിനി തിരിച്ച് സൂറിക്കിലേക്ക് പോവാം.